നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് റീൽസുകൾ കാണാൻ സാധിക്കും. യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ പോലെ, ഫേസ്ബുക്കിൻ്റെ റീൽസ് വീഡിയോ പോലെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റീൽസ് വീഡിയോകൾ കാണാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസുകൾ ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. കൈ കൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാറാണ് പതിവ്. നമുക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യും. അങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണാറുള്ളത്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയൊരു അപ്ഡേറ്റിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ നമുക്ക് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെറിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധാരണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് അവസാനം ഒരു 2 ലൈന് കാണും. ആ 2 ലൈനിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ രണ്ടാമത്തെ സെറ്റിങ്സ് കാണാം. പ്ലേ ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ കാണിക്കും. ഈ 3 ഓപ്ഷനിൽ ഒന്നാമത്തെ ഫുൾ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതായത് വ്യൂ ഫുൾ സ്ക്രീൻ എന്നുള്ളത്. നമുക്ക് സാധാരണ റീൽസിൽ കാണുമ്പോൾ അതിനകത്ത് ഒരുപാട് ടെക്സ്റ്റുകളും മറ്റോ കാണും. ഇനി അതില്ലാതെ നമുക്ക് ഫുൾ സ്ക്രീനിൽ റീൽസുകൾ കാണാനുള്ള ഓപ്ഷനാണ്. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് രണ്ടാമത്തത്. ഓട്ടോ സ്ക്രോൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ന്യൂ എന്ന് കാണും. അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസുകൾ നമ്മൾ ഓരോന്നും വിരൽ കൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കതിനകത്ത് ഏതെങ്കിലും ഒരു റീൽസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റീൽസ് കഴിയുമ്പോൾ തന്നെ അടുത്ത റീൽസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്ക്രോൾ ആകും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ റീൽസുകളും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ആകും. ആ ഒരു ഫീച്ചറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് റീൽസുകൾ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ ക്ലോസ്ഡ് ക്യാപ്ഷൻ എന്നാണ്. നമുക്ക് സാധാരണ റീൽസുകളിലൊക്കെ മലയാളം ടെക്സ്റ്റുകളൊക്കെ വരുന്നതിന് വേണ്ടി, ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഓപ്ഷനാണ്. നേരത്തെ ഉള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഓട്ടോ സ്ക്രോൾ എന്നുള്ള ഫീച്ചറാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചർ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഈ ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.